നമസ്കാരം. ദിനം പ്രതി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസിന്റെ ഭരണമുള്ളൂ. കേരളത്തിൽ തന്നെ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പുമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ആ സമയം തന്നെ സീറ്റിന് വേണ്ടി നേതാക്കൾ അടിപിടി കൂടും. ഒരു നേതാവിന് പോലും കോൺഗ്രസിൽ ഒരു വിലയും ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും നേതാക്കൾ BJP-യിലേക്ക് പോകുന്നത്. ഹൈക്കമാൻഡ് എന്ന പേരിൽ ഞെളിഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയുന്നില്ലേ, അതോ കണ്ട ഭാവം നടിക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം രാഹുലിന് എപ്പോഴും വിദേശത്ത് ടൂറ് പോകണം, പിന്നെ പബ്ബിൽ കയറി ഉല്ലസിക്കണം, അതൊക്കെയാണ് രാഹുലിന്റെ ഒരു ഇഷ്ടം. അതായത് കേരളത്തിൽ പോലും കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ല് തുടരുകയാണ്. മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതവും അതോടൊപ്പം തന്നെ ഭാവിയെ തകർക്കാനുമൊക്കെ കോൺഗ്രസ് ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാകാത്ത വ്യക്തിയാണ് മുരളീധരൻ എന്ന സംശയം ചിലപ്പോഴൊക്കെ തോന്നും. കാരണം അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് മുരളീധരനെ തോൽപ്പിക്കണമെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾക്കൊരു തീരുമാനം, ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് BJP സുരേഷ് ഗോപിയെ തൃശ്ശൂരിലേക്ക് ഇറക്കിയപ്പോൾ തന്നെ മുരളീധരനെ നേരെ തൃശ്ശൂരിലേക്ക് കൊണ്ട് മത്സരിപ്പിച്ച് തോൽപ്പിച്ചത്. കോൺഗ്രസ് തരൂരിനോട് എന്തു കാണിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തരൂർ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ തരൂരിന് വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു. ആ പദവി തരാം, ഈ പദവി തരാം എന്നൊക്കെ കോൺഗ്രസ് തരൂരിനോട് പറയുമെങ്കിലും അവസാനമൊന്നും തരൂരിന് ഒന്നും കിട്ടാതായതോടുകൂടി വെറും ഒരു MP സ്ഥാനം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് എന്നൊരു പദവിയിലേക്ക് ഇരിക്കുന്നതോടുകൂടി മാത്രം പ്രത്യേകിച്ച് വലിയ ഒരു പദവിയൊന്നും തന്നെ കോൺഗ്രസ് തരൂരിന് കൊടുക്കാതെ വന്നതോടുകൂടിയാണ് തരൂരിന് തന്നെ വലിയൊരു ദേഷ്യം അഥവാ ഒരു വിഷമം തന്നെ ഉണ്ടാവുന്നത്. നിലവിൽ ശശി തരൂർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകണമെന്ന വിധത്തിൽ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനൊരു മറുപടി എന്നോണമാണ് തരൂർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയാണ് തരൂർ രംഗത്ത് വന്നത്. തരൂർ തങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല എന്നും തരൂർ രാജിവെച്ചു പോയാലും പാർട്ടിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന പ്രസ്താവന തരൂരിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇക്കാര്യം പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണമെന്നും ആരാണ് ഇതൊക്കെ പറയുന്നതെന്നും പാർട്ടിയുടെ സ്ഥാനം എന്താണെന്നും തനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് തരൂരിന്റെ ചോദ്യം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് എന്റെ കാര്യമേ പറയാൻ കഴിയൂ. അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച ചോദ്യത്തോട് തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുക്കില്ല എന്നാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. അദ്ദേഹം വന്നാലും അദ്ദേഹത്തെ പാർട്ടി പരിപാടിയിലൊന്നും തന്നെ പങ്കെടുപ്പിക്കില്ല എന്നൊരു ധാരണയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. തരൂർ എന്താണ് പറഞ്ഞത്? ഭാരതമാണ്, അതായത് രാജ്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വലുത്, ഞാൻ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് പാർട്ടികളുള്ളൂ, അതായത് ഞാൻ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുള്ളൂ, എനിക്കാദ്യം രാജ്യമാണ് വലുതെന്നാണ് തരൂർ പറഞ്ഞത്. കൂടാതെ ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഒരു തീവ്രവാദി നമ്മുടെ രാജ്യത്ത് വന്ന് പാവങ്ങളെ കൊല്ലുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സർക്കാർ അതിനെതിരെ പോരാടുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. അത് മാത്രമേ ശശി തരൂർ ചെയ്തോളൂ. അപ്പോൾ കോൺഗ്രസിന്റെ സ്വഭാവം എന്താണ് എന്നത് ഇതോടുകൂടി നമുക്ക് വ്യക്തമാവുകയാണ്. അതിനെതിരെ എന്ത് നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കണമെന്നാണ് മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ പറയുന്നത്. തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിലെ നേതാക്കൾക്ക് കൂടുതൽ അമർഷമുണ്ടായത് പാർട്ടിയെ 2ാം സ്ഥാനത്തേക്ക് തരൂർ പറഞ്ഞു എന്നതൊക്കെ കൊണ്ടാണ്. കാരണം ഭാരതമാണ് വലുതെന്നൊക്കെ പറഞ്ഞതും കൂടാതെ മോദി സ്തുതിക്കുന്നു എന്നൊക്കെയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം നല്ലത് കണ്ടാൽ നല്ലത് പറയുമെന്ന് ആദ്യമേ തന്നെ ശശി തരൂർ പറഞ്ഞത് കാര്യമാണ്. പാർട്ടി പുറത്താക്കുന്നതുവരെ അദ്ദേഹം കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം പറഞ്ഞത്. അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതാണ് നല്ലതെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട്. തരൂരിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഒരു പ്രകോപനങ്ങളിൽ വീഴാതെ കേരളത്തിലടക്കം അദ്ദേഹം കൂടുതൽ സജീവമാണെന്നാണ് തരൂരിനെ അനുകൂലിക്കുന്നവർ തന്നെ വ്യക്തമാക്കുന്നത്. സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ ഈ നീക്കമാണെന്നും ആണ് തരൂർ നടത്തുന്നത് എന്നും ചെറിയൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ഈ നീക്കം തരൂർ നടത്തിയപ്പോൾ വലിയൊരു മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ തരൂർ ശ്രമിക്കുന്നത്. ഇത് ഭാവിയിൽ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം പോലും സജീവമാകും. പാർട്ടിയിൽ മികച്ച സ്ഥാനം നൽകാനും
പരിഗണന നൽകാനും തരൂർ വളരെ കാലമായി ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വലിയ രീതിയിൽ പാർട്ടിയൊന്നും തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ തരൂരിനൊരു വില നൽകില്ല. അതോടുകൂടിയാണ് എനിക്ക് ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനം തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ട് നോക്കി പോകുമെന്ന് തരൂർ അവസാനം തുറന്നു പറയേണ്ട സാഹചര്യം വന്നു. കാരണം ഇതൊരു രാഷ്ട്രീയമാണ്, ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്, എന്തും സംഭവിക്കാം. ഇന്നൊരു പാർട്ടിയിൽ നിൽക്കുന്നവൻ സൂര്യൻ അസ്തമിച്ച അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നാളെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കയറും, അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിയുടെ സ്ഥാനത്തിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ ഇന്ന ആള് ഇന്ന പാർട്ടിയിൽ തന്നെ നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ പൊളിറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.